ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു കിടില ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ കാലത്തിലേക്കൊന്ന് കടന്ന് ഞാൻ പോയി. എന്നുവെച്ചാൽ വാട്ടുകപ്പ ബിരിയാണി വെക്കാനായിട്ട്. മോൻ പറഞ്ഞിരിക്കുന്ന ബിരിയാണി കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. വാട്ടുകപ്പ ഇതാരും ഉണ്ടാക്കിയിട്ടും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ആ പുതിയൊരു ഐറ്റമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാധനം, ഇതാണ് വാട്ടുകപ്പ. വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ ഇത് ഉണക്കിയതാണ്, വെള്ളത്തിൽ കുതിക്കാൻ ഇട്ടിരിക്കുകയാണ്. 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിക്കണം, എന്നാലേ വേഗത്തുള്ളൂ. ഇതൊരു വെറും ബിരിയാണിയല്ല, വാട്ടുകപ്പ മീൻ ബിരിയാണിയാണ്. നമ്മൾ അടിച്ച് പൊളിച്ചോണ്ട് വിളിക്കാം. അപ്പോൾ ഇത് വെട്ടി പീസാക്കിയിട്ട് നമുക്ക് കാണാം. നമുക്ക് ഇത് നല്ല വെട്ടി പീസാക്കിയിട്ട് നമുക്ക് വീഡിയോ കാണാം. കാലാവസ്ഥ ഇച്ചിരി മോശമായതുകൊണ്ട്, മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നമുക്ക് പീസാക്കിയിട്ട് ഇത് വീഡിയോ കാണാം. മീനെല്ലാം പൊളിച്ച് കഴിഞ്ഞു. ഇപ്പം 2-2.5 കിലോ മീനുണ്ടായിരുന്നു ഇത്. അതിന് നമുക്ക് നല്ല അടിപൊളി പച്ച മീനാണ്. നമുക്ക് ഇത് പീസാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പക്ഷേ ബെല്ലും അടിച്ചേക്കണേ. വെട്ടി പീസാക്കി കഴിഞ്ഞു. ഇത് അടുത്ത് നമുക്ക് ഉപ്പിട്ട് കഴുകാനായിട്ട് പോവാം. നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകണം. നമുക്ക് കഴുകിയിട്ട് ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പ് കുറയ്ക്കാൻ വേണ്ടി. അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ലാസ്റ്റ് കഴുകി ഇത് വാലാനായിട്ട് വെക്കാം. നമുക്ക് ഇവരെ വറക്കാനായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു, ഇഞ്ചി പേസ്റ്റാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി പേസ്റ്റാണ് അത് 1 ഇട്ട് കൊടുത്തു, ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല പുരട്ടിയിട്ടോട്ടെ, അത് 10 മിനിറ്റ് അത് പിടിക്കട്ടെ. അതിപ്പോൾ നമുക്ക് കപ്പയാണ് കഴുകി അടുപ്പത്ത് വെക്കാം. കപ്പ ലാസ്റ്റായിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞു. നമ്മൾ കപ്പ വേവിക്കാനായിട്ടുള്ള ചെമ്പ് വെച്ച് കൊടുത്തു. അതിനകത്തോട്ട് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കപ്പോട് ഇട്ട് കൊടുത്തേക്കാം വേവാനായിട്ട്. ഇവൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം. നമ്മളൊരു 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. സവോള നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. അടുത്ത നമുക്ക് ചെറിയുള്ളി അരിയാം. നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞു കഴിഞ്ഞു. ഇനി പച്ചമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കും. പച്ചമുളക് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇപ്പം 3 തക്കാളി അരിയാം. 3 തക്കാളി ഉണ്ട്, അതും കൂടെ അരിഞ്ഞു കൊടുക്കാം. തക്കാളി നീളത്തിന് അരിഞ്ഞു കൊടുക്കാം. തക്കാളി അരിഞ്ഞു കഴിഞ്ഞു. ഇച്ചിരി മല്ലിയിലയുണ്ട്. മല്ലിയില അരിഞ്ഞു കഴിഞ്ഞു. കപ്പ മുക്കാൽ വേവായിട്ടുണ്ട്. ഇച്ചിരി 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. കപ്പ വാട്ടുകപ്പയുണ്ട്, നല്ല ഉള്ളിലൊക്കെ ഉപ്പ് പിടിക്കണം. വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് താത്ത് വെച്ചേക്കാം. വെള്ളം ഊറ്റിക്കളയാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. മീൻ വറക്കാനായിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
അപ്പം മൂത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരി ഈ പാത്രത്തിലോട്ടിടാം. നല്ല മണം, മസാലയുടെയൊക്കെ നല്ല മണം. അപ്പം ലാസ്റ്റത്തെയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ഇത് കഴിഞ്ഞ് പച്ചക്കറികളൊക്കെ വഴത്താൻ പോകണം. ഇതിനൊക്കെ നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ വഴത്താനായിട്ടുള്ള പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മീൻ വറുത്ത എണ്ണ തന്നെ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സത്തുക്കളല്ല, മീനിൻ്റെ വറുത്ത മസാലയുടെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊച്ചുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയേറ്റം അതിൻ്റെ കൊച്ചുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. പച്ചപ്പ് മാറാൻ വേണ്ടി നല്ലപോലെ കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടെ ശകലം ഇട്ട് കൊടുക്കുകയാണ്. ഇത് മസാലയായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മഞ്ഞപ്പൊടി കപ്പയ്ക്ക് ഇട്ടാണ്ട് ശകലം ഇട്ടാൽ മതി. ശകലം മഞ്ഞപ്പൊടി ഇട്ടു. 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടു. ഗരം മസാല ഒരു 2 ടീസ്പൂൺ ഇടുക. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. ശകലം നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ടു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ശകലം ഉപ്പും കൂടെ ഇടുകയാണ്. പിന്നെ തേങ്ങ, അരമുറി തേങ്ങ ആണ്, വറുത്തരച്ചതാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഒരു അല്പം വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇതിൻ്റെ ഗ്രേവി ഒന്നാകാൻ വേണ്ടി അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇച്ചിരി കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം തിളച്ചിട്ടാണ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച മീനുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നല്ല മണം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണം. പക്ഷേ ഇതുവരെയായിട്ടും ആരും ഉണ്ടാക്കാത്ത ഒരു ഐറ്റമാണ് ഈ സാധനം. എന്നുവെച്ചാൽ കപ്പയും മീനും കൂടെ ഉള്ള, വാട്ടുകപ്പയും മീനും കൂടെ ഉള്ള ബിരിയാണി ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് കപ്പയോട് ഇട്ട് കൊടുക്കാം ബിരിയാണിക്കുള്ള. സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കപ്പ. വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അരിയുണ്ട്. വാട്ടുകപ്പ ഉണങ്ങി വരിക്കാൻ മതി, അത് തന്നെ പൊടിഞ്ഞു പോകും. ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്ന് ആവി 10 മിനിറ്റത്തേനൊന്ന് കൊള്ളട്ടെ. എൻ്റെ അമ്പമ്പോ നല്ല മണം. വാട്ടുകപ്പ മീൻ ബിരിയാണി സൂപ്പറായിട്ടുണ്ടെന്ന്. നല്ല മണം. ഇവരെ നമുക്കൊന്ന് ഇളക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മസാലയൊക്കെ കറക്റ്റാണ്. മീനൊക്കെ അതുപോലെ കിടപ്പുണ്ട്. നല്ല വറുത്തത് പോലെ നല്ല രീതിയിൽ പൊടിയാതെ കിടപ്പുണ്ട് കേട്ടോ. സൂപ്പർ സാധനം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. സൂപ്പർ മണമാണ്. ഇച്ചിരി നമുക്ക് കഴിച്ചു നോക്കട്ടെ. കൊതി വരുന്നു. ഓഹോ, സൂപ്പർ സാധനം. അമ്പമ്പോ സൂപ്പർ മണം. ഇവരെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് മീൻ. എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനം കേട്ടോ.
വാട്ടുകപ്പയും മീനും കൂടെ ഒന്ന് പറഞ്ഞാൽ ബിരിയാണി സൂപ്പർ സാധനം. നമുക്ക് കപ്പയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓഹോ, എൻ്റെ അമ്പമ്പോ സൂപ്പർ സാധനം, അടിച്ചു പൊളിച്ചു. വാട്ടുകപ്പയും മീനും കൂടെ ഉള്ളതുകൊണ്ട് വാട്ടുകപ്പ ബിരിയാണി സുഖമാണ്. മീനും കൂടെ ഉള്ളതുകൊണ്ട് അടിച്ചു പൊളിച്ചു. പക്ഷേ നിങ്ങളെല്ലാവരും വീട്ടിലൊക്കെ ഇത് വാട്ടുകപ്പയും മീനും കൂടെ വെച്ചിട്ട് ബിരിയാണി വെക്കണം. സൂപ്പർ സാധനമാണ്, അടിച്ചു പൊളിച്ചു. എനിക്ക് പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വാട്ടുകപ്പയും മീനും കൂടെ മേടിച്ച് ബിരിയാണി ഉണ്ടാക്കണം, മീൻ ബിരിയാണി ഉണ്ടാക്കണം, മീനും കപ്പയും കൂടെ. ഇതിപ്പം എനിക്ക് പറയാനുള്ള ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിക്കുക കേൾക്കണേ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റ, ബൈ ബൈ.